വയനാട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന പരാതി. അസ്ഥിരോഗ വിഭാഗത്തിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി അംഗൻവാടി ടീച്ചർ രംഗത്ത്. സ്കൂട്ടർ ഇടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ ഇവർക്ക് ചികിത്സ വൈകിപ്പിച്ചതായും കോളർ ബോണിന് ഗുരുതരമായി പൊട്ടലുണ്ടായിട്ടുണ്ടെന്നും കണ്ടെത്തിയതായുമാണ് ആരോപണം. അങ്കണവാടി ടീച്ചറായ കൊയിലേരി മൈലാഞ്ചിമുക്ക് സ്വദേശി ഷീബയാണ് വയനാട് മെഡിക്കൽ കോളേജിനെതിരെ ആരോപണം ഉന്നയിച്ചത്. ഏപ്രിൽ 5-ന് മാനന്തവാടി കല്ലോടി റോഡിൽ വെച്ച അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ സീബ്ര ലൈനിൽ വെച്ച സിബിഐ ഇടിച്ചു തെറിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സ വൈകിപ്പിച്ചു. ഇടതുകാലിനും കോളർ ബോണിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. അശാസ്ത്രീയമായ രീതിയിൽ പൊട്ടലേറ്റ ഭാഗം വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചതിനാൽ ഈ ഭാഗത്ത് രക്തഓട്ടം നിലച്ചിരുന്നു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. കോളർ ബോണിലുള്ള ഗുരുതര പരിക്ക് മാനന്തവാടിയിൽ നിന്നും കണ്ടെത്തിയില്ല എന്നും കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷീബ പറഞ്ഞു. സീബ്ര ക്രോസിംഗിൽ നിന്നൊരു വണ്ടി വന്നിടിച്ചിട്ട് കാലിനും ഫ്രാക്ചറായി, പിന്നെ ഷോൾഡറിനും ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും കൂടെ എന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ അദ്ദേഹത്തിൽ എത്തിച്ചു. അദ്ദേഹത്തിലെത്തിയപ്പോൾ ബോധം തെളിഞ്ഞു. പിന്നെ പക്ഷെ അവർ കാലെല്ലാം കൂടെ കെട്ടി എന്നെ ശസ്ത്രക്രിയ വാർഡിലേക്ക് മാറ്റി. അവർ ഇത്ര സീരിയസ് ആയ ഒരു സംഗതി പിന്നെ സർജറി പറഞ്ഞത് 5 ദിവസം കഴിഞ്ഞിട്ട് സർജറി ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വേദന തീരെ സഹിക്കാനായില്ല. ഭയങ്കര വേദന സഹിക്കാനാവുകൊണ്ട് രാത്രി ലിയോ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ ചെന്നപ്പോൾ പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എൻ്റെ ഷോൾഡർ പൊട്ടിയത് അവർ അറിഞ്ഞിട്ടില്ല. ഷോൾഡറിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ലിയോയിൽ ചെന്നപ്പോഴാണ് ഈ ഷോൾഡർ പൊട്ടിയത് അറിയുന്നത്. പിന്നെ ഈ കാലിൻ്റെ അവസ്ഥ ഭയങ്കര സീരിയസ് ആയിരുന്നു. കാലിൻ്റെ കെട്ടഴിച്ചിട്ട് ഡോക്ടർ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കാല് ഒരു ദിവസം കൂടെ വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ കാലിൻ്റെ അവസ്ഥ തീരെ പോക്കായിരുന്നു, കാലുണ്ടാവുകയില്ലായിരുന്നു എന്ന്. അങ്ങനെ വരിഞ്ഞു മുറുകി കെട്ടിയിട്ട് ഈ കാലിൻ്റെ രക്തോട്ടം വരെ നിന്നുപോയായിരുന്നു. തുച്ഛമായ ഓണറേറിയം വാങ്ങി ഉപജീവനം കഴിക്കുന്ന ഷീബ 2 ലക്ഷം രൂപയോളം ചെലവഴിച്ച മകളുടെ വിവാഹത്തിന് സ്വരുക്കൂട്ടിയ പണവും സുഹൃത്തുക്കളുടെ സഹായവും മൂലമാണ് ചികിത്സ നടത്തിയത്. വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് ഷീബയുടെ ആവശ്യം. ജനം, വയനാട്.